നിങ്ങൾക്കാർക്കെങ്കിലും കഫക്കെട്ടിൻ്റെ ഉപദ്രവമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കളയാനുള്ള ഒറ്റമൂലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒറ്റമൂലി ഉണ്ടാക്കാനായുള്ള സാധനങ്ങൾ നമ്മളെ അടുക്കളയിൽ തന്നെ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി വേണ്ടത് 10-12 വെളുത്തുള്ളിയാണ്. ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ്. ഇനി വേണ്ടത് 4-5 ഏലക്കായാണ്. ഇനി നമുക്ക് ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവരാം. ഇഞ്ചി തൊലി കളഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളയാം. വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ വെളുത്തുള്ളിയും അരിഞ്ഞിടുക. വെളുത്തുള്ളി അരിയട്ടെ. ഇതേമാതിരി ചെറുതായിട്ട് അരിയാം. ഇനി ഈ നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കാം. നാരങ്ങ തൊലിയോട് കൂടിയാണ് മുറിക്കേണ്ടത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇടുക. ഏലക്ക ചതച്ചിട്ടിടണം. ഇഞ്ചി ഞാൻ കുറച്ച് ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. മുറിച്ച നാരങ്ങയും ഇതിലേക്ക് ഇടുക. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. എന്നാൽ മാത്രമേ അതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങി വരൂ. മൂടി വെച്ച് തിളപ്പിക്കുക. ഇതിൻ്റെ സത്തെല്ലാം ഇളകി വരുന്നുണ്ട്. ഇനി 1/2 ഗ്ലാസ് ആകുന്ന വരെ വറ്റിക്കണം. ഈ ഒറ്റമൂലി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇളം ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുടിക്കാവുന്നതാണ്. ഗ്യാസിനും അസിഡിറ്റി പ്രശ്നങ്ങൾക്കും നല്ലതാണ്. തൊണ്ടവേദനക്കും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.